അസ്സലാമു അലൈക്കും. ഞാൻ ഗ്രൂപ്പിൽ വന്നത് എന്താണെന്നറിയോ? ഒരു മീനിൻ്റെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്. കടലിൻ്റെ പ്രശ്നം. അതായത് ഞങ്ങളൊക്കെ തീരദേശ മേഖലയിലുള്ള ആൾക്കാരാണ്. കടൽ കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവരാണ്. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ പല പരാതികളും പറയുമ്പോൾ ആ അധ്വാനിച്ച് കൊണ്ടുവരുന്ന മീനിന് പ്രതിഫലമില്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. എറണാകുളത്ത് ഒരു കപ്പൽ മറിഞ്ഞ് അതിൻ്റെ കണ്ടെയ്നറെല്ലാം കടലിൽ പോയി അത് വിഷാംശമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളെ പറച്ചിൽ. പക്ഷേ അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ്. ഈ ഉപജീവന മാർഗം നടത്തണ ആൾക്കാരെ പട്ടിണിക്കിടുക എന്നാണ് ഇതിന് പറയാനുള്ളത്. കാരണം കടലിൽ നത്തുവെള്ളം എന്നാണ് പറയണത്. കടലിലെ എന്ത് വിഷാംശങ്ങൾ ചെന്നാലും അത് പരിഹരിക്കാനുള്ള കഴിവ് ആ കടലമ്മക്കുണ്ട്. ഒന്ന്. രണ്ടാമത്, അങ്ങനെ വിഷാംശങ്ങൾക്ക് പറ്റാമെന്നുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കണതൊക്കെ ഇപ്പോൾ കൃത്രിമത്തിലാണ്. അതായത് പെട്രോള്, ഡീസൽ, മെഷീനറികൾ ഇതൊക്കെ വെച്ചിട്ടാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ തോണി താത്തിപ്പോയിട്ട് അല്ലെങ്കിൽ വള്ളം താത്തിപ്പോയിട്ട് തണ്ട് കൊണ്ട് വലിച്ചാണ് അവർ കടൽ മാർഗത്തിൽ മീൻ പിടിച്ച് കൊണ്ടുവരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തണ്ടില്ല, വലിക്കണ്ട, ഒന്നുമില്ല. യമഹ എന്ന് പറയുന്ന സാധനം പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത് വിഷാംശമാണ്. അതൊന്നുമില്ലാതെ ഈ കപ്പൽ കണ്ടെയ്നർ മറിഞ്ഞതിന് വേണ്ടിയിട്ട് നിങ്ങൾ മീൻ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് പരത്തണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേണ്ടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയണത്. മുമ്പ് കൊറോണ വന്നപ്പോഴും ആൾക്കാർ പലതും പറഞ്ഞിരുന്നു. കൊറോണൻ്റെ ഇഞ്ചക്ഷൻ വെക്കാഞ്ഞാൽ അത് അങ്ങനെ ആകും ഇങ്ങനെ ആകും എന്നൊക്കെ. മാസ്ക് ഇടാഞ്ഞാൽ പറ്റും. ഞാൻ ആ കൊറോണ സമയത്ത് 10,000 ജനങ്ങൾ വന്നിരുന്നു എൻ്റെ കടയിൽ. ആ കടയിൽ മാസ്ക് ഇടാതെ നിന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് കൊറോണ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയണതാണ്. മീൻ കൂട്ടണം, മീൻ കൂട്ടണ്ടെന്ന് പറയണില്ല. ആ മീനിനൊന്നും ഒരു വിഷാംശവും ഇല്ല. കാരണം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കടലിലെ വെള്ളം കൊടുന്നിട്ടാണ് കൽപ്പൂരട്ടി നമ്മൾക്ക് വയ്ക്കണം. അത്രയും ശുദ്ധിയായ വെള്ളമാണ് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക ഒക്കെ ചെയ്യുക. മീനൊക്കെ മേടിച്ച് കൂട്ടുക.